നമസ്കാരം. ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയം തേടിയ മുൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന ഒരു ശബ്ദ സന്ദേശത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതീവ ഗുരുതരമായ കാര്യങ്ങളാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തലനാരിഴയ്ക്കെന്നും ഇന്ത്യയിൽ അഭയം നേടിയില്ലായിരുന്നെങ്കിൽ കൊല്ലപ്പെട്ടേനെ എന്നുമാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിലെ അഴിമതി വിരുദ്ധ വിഭാഗവും സർക്കാരും ഹസീനയ്ക്കും ബന്ധുക്കൾക്കുമെതിരെ കേസെടുത്ത് പകരം വീട്ടാൻ നീക്കങ്ങൾ ശക്തമായി നടത്തുമ്പോഴാണ് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട സന്ദേശത്തിലൂടെ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ 77-കാരിയായ ഹസീനയുടെ ഈ വെളിപ്പെടുത്തലുകൾ. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭരെ മുൻനിർത്തി പാകിസ്ഥാനും പ്രതിപക്ഷവും ചേർന്ന് പുറത്താക്കിയ ഷെയ്ഖ് ഹസീനയുടെ പടിയിറക്കത്തിന് ശേഷം ബംഗ്ലാദേശ് കണ്ടത് ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളും ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അറസ്റ്റുകളും ആക്രമണങ്ങളും കൊലപാതക ശ്രമങ്ങളും ഒക്കെയാണ്. ഇത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ തെല്ലൊന്നുമല്ല വിള്ളലുണ്ടാക്കിയത്. ഇത് മുതലെടുത്ത പാകിസ്ഥാൻ നിലവിലെ മുഹമ്മദ് യൂനുസ് സർക്കാരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിക്കുക, ഇന്ത്യയുടെ ബംഗ്ലാ അതിർത്തികൾ വഴി രാജ്യത്തിനുള്ളിൽ അസ്ഥിരതയുണ്ടാക്കുക, കാശ്മീരിൽ ഇത്രയും കാലം അവർ ചെയ്തു വച്ചത് എന്താണോ അതൊക്കെ ഇനി ബംഗ്ലാദേശ് വഴിയും ആവർത്തിക്കുക. കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാനെ അടുത്ത കാലത്തായി നട്ടല്ലടിച്ചൊതുക്കിയതാണ്. ഇനി കാശ്മീരിൽ പാക് തീവ്രവാദികൾ തലപൊക്കില്ല എന്നുറപ്പാക്കിയപ്പോൾ ഇതാ ബംഗ്ലാദേശ് അതിർത്തികൾ താവളമാക്കാൻ പാകിസ്ഥാൻ വെറുതെ ശ്രമിച്ചു നോക്കുകയാണ്. അതെന്തായാലും ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുത്ത പാകിസ്ഥാനെയും മുഹമ്മദ് യൂനുസ് സർക്കാരിനെയും സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമൊന്നും ഇന്ത്യയും നരേന്ദ്രമോദി സർക്കാരും തയ്യാറല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം പലതവണ വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഒരേ സമയം ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ ന്യൂഡൽഹി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഹസീനയുടെ വെളിപ്പെടുത്തലുകളിൽ ഇന്ത്യ തന്നെ കാത്തു സംരക്ഷിക്കുന്നതിൽ നന്ദിയും ഇടറിയ ശബ്ദത്തിൽ കേൾക്കാം. 20 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ തൻ്റെ മരണം ഉറപ്പായിരുന്നു എന്നാണ് ഹസീന പ്രതികരിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട വേറെ സന്ദർഭങ്ങളുണ്ടായിരുന്നോ? മഹത്തായ എന്തെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാകാം ദൈവത്തിൻ്റെ ഈ പദ്ധതി തന്നെ രക്ഷപ്പെടുത്തിയത്. വീടും നാടുമില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. എൻ്റെ കൊട്ടാരമടക്കം, ഞാൻ താമസിക്കുന്ന സ്ഥലമടക്കം എല്ലാം തീ വച്ച് നശിപ്പിച്ച അക്രമികളെന്ന് പറയുന്ന ഹസീന വീണ്ടും പറയുന്ന രാഷ്ട്രീയ എതിരാളികൾ തന്നെ ഇപ്പോഴും വധവരുത്താൻ ഗൂഢാലോചന നടത്തുകയാണ്. ഇന്ത്യയിൽ അഭയം തേടിയില്ലായിരുന്നെങ്കിൽ താൻ ബംഗ്ലാദേശിൽ വെച്ച് കൊല്ലപ്പെടുമായിരുന്നെന്നാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വം നടന്ന കലാപത്തിൽ താനും സഹോദരിയും മരണത്തിൽ നിന്നും തലനിരക്കി രക്ഷപ്പെട്ടെന്നുമൊക്കെ ഹസീന വെളിപ്പെടുത്തുന്നത്. ഇതൊന്നും കൊണ്ടും അക്രമികൾ അടങ്ങിയിരിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ബംഗ്ലാദേശിൽ ഓഗസ്റ്റ് മാസം ഇറങ്ങിയേറിയ വിദ്യാർത്ഥി പ്രക്ഷോഭവും അതിനു പിന്നാലെ ഹസീനയുടെ രാജിയും പലായനവുമൊക്കെ. അതേസമയം ഹസീനയെ കൈമാറാൻ ബംഗ്ലാദേശ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ന്യൂഡൽഹി അത് കേട്ട മട്ടെടുത്തിട്ടില്ല. എല്ലാ കാലത്തും എന്തുകൊണ്ടും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായിരുന്ന ഹസീന ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ബംഗ്ലാദേശ് കൈപിടിച്ചു കൊടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അന്നത്തെ ആ ചടുലമായ ഇന്ത്യൻ സ്റ്റേറ്റ് നീക്കത്തിലൂടെ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയതും ഇന്ത്യ തന്നെയാണ്. ആ ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ന്യൂഡൽഹിയിൽ അഭയം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ഒന്ന് വിറയ്ക്കും ഇന്ത്യയെ തൊടാനായിട്ട്. എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പല ആവർത്തി വ്യക്തമായി കഴിഞ്ഞു ഇന്ത്യ, ഭാരതം ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പമാണെന്ന്. എന്നിട്ട് മുഹമ്മദ് യൂനുസ് സർക്കാരും അവരുടെ അഴിമതി വിരുദ്ധ വിഭാഗവും ഒക്കെ പാകിസ്ഥാനെയും മറ്റ് ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഹസീനയെ വേട്ടയാടൽ തുടരുകയാണ്. വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. തൽക്കാലം അതിലൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അമിത്ഷാ അടക്കം വ്യക്തമാക്കുകയും ചെയ്തതാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.